ഒറിജിനൽ മുസ്ലിമായ ഒരാൾക്ക് ആരോടും വിദ്വേഷം ഉണ്ടാവില്ല, ഒരാളോടും ഉണ്ടാവില്ല. അയാളുടെ മതത്തിൽ ഉള്ള ആളാവട്ടെ, അയാളുടെ പ്രത്യാശാസ്ത്രത്തിലുള്ള ആളാവട്ടെ, അയാളുടെ സംഘടനയിൽ ഉള്ള ആളാവട്ടെ, അല്ലാതിരിക്കട്ടെ, ഒരാളോടും വിദ്വേഷം ഉണ്ടാവാൻ പാടില്ല. അതാണ് ഒറിജിനൽ മുസ്ലിം. അൽ മുസ്ലിമു മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം ആദ്യ അയാളിൽ ഉണ്ടാവേണ്ട ക്വാളിറ്റി എന്താ? മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദിഹി. അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ, മതമുള്ളവനാവട്ടെ ഇല്ലാതിരിക്കട്ടെ, യുക്തിവാദിയാവട്ടെ, റാഷണാലിസ്റ്റ് ആവട്ടെ, ഡൊറാസ്റ്റിക് ആവട്ടെ, ആരും ആവട്ടെ, ഈശ്വരവാദി നിരീശ്വരവാദി എന്തായാലും ആവട്ടെ, മൻ സലിമന്നാസ്, സർവ്വജനങ്ങളും നിന്റെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടണം, എന്നാലേ നീ ഒറിജിനൽ മുസ്ലിം ആവും. സർവ്വജനങ്ങളും നിന്റെ അടുത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടും ഏൽക്കുന്നില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടാകണം. വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും ഒരാളെയും ബുദ്ധിമുട്ടിക്കാത്തയാൾ, അപ്പോഴാ മുസ്ലിം ആവുക. MDM ഉപയോഗിക്കുന്നവൻ എങ്ങനെയാ ഒറിജിനൽ മൂമിനാവുക? ഓനെ കാണുമ്പോൾ തന്നെ ഉമ്മാക്കെന്നെ പേടിയാണ്, ഓന്റെ വീട്ടുകാർക്ക് പേടിയാ. കഞ്ചാവ് കയ്യിലേന്തി നടക്കുന്നവൻ അവനെങ്ങനെയാ ഒറിജിനൽ മൂമിനാവുക? അവനെ കാണുമ്പോൾ തന്നെ പലർക്കും പേടിയല്ലേ? അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വല്ലാഹി ലാ യുഅ്മിൻ, ഒരാൾ മൂമിനാവില്ല. അപ്പൊ സ്വഹാബത്ത് വിചാരിച്ച് ഇതാരെക്കുറിച്ചാണ് പറയണത്? വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിൻ, തീർച്ചയായിട്ടും ഒരുത്തൻ മുഅ്മിൻ അല്ല. ഖാലു, അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആരെക്കുറിച്ചാണ് തങ്ങൾ പറയണത്? അപ്പോഴാണ് തങ്ങൾ പറഞ്ഞത്, സ്വന്തം അയൽവാസിക്ക് ഇയാളിൽ നിന്ന് നിർഭയത്വം ഇല്ല എന്ന് പറഞ്ഞാൽ അയൽവാസികൾക്ക് ഇയാളെ വരുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട്. അല്ലാഹ് മൂപ്പർ വരുന്നുണ്ടല്ലോ, മറ്റേ ആ പ്രശ്നം പറയാനായിരിക്കും. അയൽവാസിക്ക് നമ്മളെ പേടിയുണ്ടെങ്കിൽ നമ്മളെ കൂടെ ജീവിക്കുന്ന അയൽവാസികൾ, ഫ്ലാറ്റിലാവട്ടെ, അല്ലെങ്കിൽ റൂംമേറ്റ്സ് ആവട്ടെ, അല്ലെങ്കിൽ വീടിന്റെ അപ്പുറത്തുള്ള നെയ്ബർ ആവട്ടെ, ഏതുമാവട്ടെ, നിന്റെ അയൽപക്കക്കാരന് നിന്നെ പേടിയുണ്ടെങ്കിൽ നീ ഒറിജിനൽ മൂമിനല്ല. ഈ ഹദീസിനെ വിശദീകരിച്ച് മഹാന്മാര് പറയാ, ലഹരി ഉപയോഗിക്കുന്ന ആളുടെ അയൽവാസി എല്ലാം എടുക്കട്ടെ, ഭർത്താവിനെ പേടിയല്ലേ? ഭർത്താവിനെ പേടിയാ ഭാര്യക്ക്, കാരണം അച്ചങ്ങായി ഉപയോഗിച്ചിട്ടാ വരുന്നത്. കുത്തിക്കൊന്ന കേസുകൾ നാടിങ്ങനെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുക. എങ്ങനെയാ ലഹരി ഉപയോഗിക്കുന്നവൻ ഒറിജിനൽ മൂമിനാവുക? കണ്ടോ? അപ്പൊ നമ്മളൊക്കെ സലാം പറയുന്ന ശീലം ഉണ്ടാവുന്നതോടൊപ്പം എല്ലാവർക്കും നമ്മൾ സലാമത്ത് നൽകുന്നവരും ആവണം. ഒരാൾക്കും നമ്മളെ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല. പൂച്ചയെ കെട്ടിയിട്ട പെണ്ണ് നരകത്തിൽ പോയത് നിസ്കരിക്കാത്തോണ്ടല്ല, ആ പൂച്ചക്ക് സ്വന്തമായി ചെറിയ ചെറിയ പാറ്റകളെ പിടിച്ച് തിന്നാനും ഭക്ഷണം കഴിക്കാനൊക്കെ കഴിവുണ്ട്. നീ സ്വന്തമായിട്ട് അതിനെ പോകാൻ അനുവദിച്ചിട്ടില്ല. എന്നാ പിന്നെ നീ ആ കെട്ടിയിട്ട പൂച്ചക്ക് തീറ്റ കൊടുക്കാൻ അതും കൊടുത്തിട്ടില്ല, പോട് നരകത്തിൽ. കേട്ടോ? പൂച്ചനെ ഉപദ്രവിച്ചതിന് വരെ ഇസ്ലാം നരകാ സമ്മാനം കൊടുക്കണത്. അപ്പോൾ പിന്നെ മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചവരുടെ കഥ എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 കൊല്ലത്തെ ഖാദിമാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശം എന്താണെന്നറിയോ? മോനെ അനസേ, ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസി ലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലിഅഹദിൻ, ആരോടും വെറുപ്പില്ലാതെ മോനിക്ക് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ, ലിഅഹദിൻ എന്ന് പറഞ്ഞാൽ ആരോടും. അവിടെ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ ഫതുഹുൽ ഇലാഹിൽ കാണാം, മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാതിരിക്കട്ടെ, ആരോടും വെറുപ്പില്ലാതിരിക്കുക. അങ്ങനെ നിനക്ക് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ ഫഫ്അൽ, മോൻ അങ്ങനെ ജീവിക്കണം. 10 കൊല്ലത്തെ ഖാദിമിന് നിബിതങ്ങൾ കൊടുക്കാനുള്ള സമ്മാനം അതാണ്. മോൻ ആരെയും വെറുക്കാതെ ജീവിച്ചാൽ അതാണ് മോൻ്റെ ജീവിതം, അടിപൊളി ജീവിതം.
അങ്ങനെ ജീവിച്ചാൽ മോനെ എൻ്റെ സുന്നത്ത് എടുത്തുള്ള ആളായി, മോനെ എൻ്റെ സുന്നത്ത് പിൻപറ്റിയ ആളായി. എൻ്റെ സുന്നത്ത് പിൻപറ്റിയാൽ കാനമായി ഫിൽ ജന്ന, അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണത്തക്ക വിധത്തിൽ സ്വർഗ സീറ്റ് കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓഫർ ചെയ്ത് എന്താണെന്നറിയോ? സലീമായ ഖൽബാവുക, ആരോടും വെറുപ്പില്ലാതിരിക്കുക. എനിക്കെന്താണെന്നറിയില്ല, മൂപ്പര പണ്ടേ പിടിക്കാറില്ല, അതൊന്നും നല്ല നിലപാടല്ല, നല്ല നിലപാടല്ല. ഒരാളോടും വെറുപ്പില്ലാതിരിക്കുക, അത് ശത്രുവാവട്ടെ മിത്രുവാവട്ടെ, നിന്റെ സംഘടനക്കാരനാവട്ടെ അല്ലാതിരിക്കട്ടെ, ഒരാളോടും വെറുപ്പില്ലാതിരിക്കുക. ഇതാണ് മുസ്ലിം. ഈ ഇസ്ലാം നമ്മളല്ലാതെ പിന്നെ ആരാ കാണിച്ചു കൊടുക്കേണ്ടത്? ആരാ കാണിച്ചു കൊടുക്കേണ്ടത്? പ്രത്യേകിച്ച് ഈ പുതിയ കാലത്ത് നമ്മൾ ഓരോരുത്തരുമല്ലേ അത് കാണിച്ചു കൊടുക്കേണ്ടത്, അല്ലേ? ആരെ കണ്ടാലും സലാം പറയണം എന്ന് പറഞ്ഞ മതം, മോനിക്ക് അല്ലാഹു രക്ഷ തരട്ടെ. നിസ്കാരം അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങി തീരുമ്പോഴേക്ക് എല്ലാ മുഅ്മിനീങ്ങൾക്കും സലാം പറയുന്ന മതം. ആ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയും പറയുന്നത് അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈഹി യർജിഉസ്സലാം. ഇത് മുഴുവനും സലാമത്തിന്റെ, രക്ഷയുടെ, സമാധാനത്തിന്റെ മതം എന്നുള്ളത് ചൊല്ലാനുള്ളതല്ലല്ലോ, ജീവിച്ച് കാണിച്ചു കൊടുക്കാനുള്ളതല്ലേ. നമ്മളിൽ നിന്ന് ഒരു ഉപദ്രവവും വാക്കുകൊണ്ട് മാത്രമല്ല, ഒരാളെ കുറിച്ച് തെറ്റിദ്ധരിച്ച് നടന്നാൽ അതും ഗീബത്താണെന്നല്ലേ സഹാബി ഇമാം പറഞ്ഞത്. അയാളെ പണ്ടേ എനിക്ക് പിടിക്കാറില്ല, കാരണം അയാൾ മൊത്തത്തിൽ ഒരു അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയാം, അത് അയാളെ കുറിച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, അതും ഗീബത്താണ്. പറഞ്ഞിട്ടില്ലെങ്കിലും ഗീബത്താണ്. സ്ഥിരമായി ഒരാളെ കുറിച്ച് മോശം വിചാരവുമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതും ഗീബത്താണെന്നല്ലേ ഇമാം സഖാവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലേ? മുഗ്നിയിൽ മുഹ്താജിൽ ഖതീബു ശിർബീനി തങ്ങൾ പറഞ്ഞത്. ആകയാൽ നമ്മളൊക്കെ സലാമിന്റെ അഹ്ലുകാരാണ്. രണ്ടാശയാണ് പറഞ്ഞത്, ആരെ കണ്ടാലും സലാം പറയണം, അതുപോലെ ആ പറയുന്നതിൻ്റെ ആശയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും വേണം. സലാം, മോനെ അബൂ ഹുറൈറ, എല്ലാവരോടും സലാം പറയണം. അത് സ്നേഹം വർദ്ധിക്കാൻ, ദോഷങ്ങൾ പുറത്തു കിട്ടാൻ, സ്വർഗത്തിൽ സ്ഫടിക കൊട്ടാരം കിട്ടാൻ, സ്വർഗത്തിൽ വളരെ എളുപ്പത്തിൽ പ്രവേശിക്കാൻ, ഇതിനെല്ലാം കാരണമാണ് സലാം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. രണ്ടാമത്തത്, 4 കാര്യങ്ങൾ പറഞ്ഞു തീർക്കണം. സമയത്തിന് 1 വേഗതയുണ്ട്, 2 പരിമിതിയും ഉണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അബൂ ഹുറൈറ തങ്ങളുടെ ചോദ്യം, നബിയെ സ്വർഗത്തിലെത്താൻ പറ്റുന്ന അമല് പറഞ്ഞുതരോ എന്നായിരുന്നു. 4 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ 1 പറഞ്ഞു സലാം എല്ലാവരോടും പറയണം. രണ്ടാമത്തത് മോനെ അബൂ ഹുറൈറ, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന ശീലം നമുക്ക് ഉണ്ടാവണം. അത് വളരെ പ്രധാനമാണ്. സ്വർഗത്തിലെത്തുന്ന ഒരു അമലാണ് ഭക്ഷണം കൊടുക്കുക എന്നുള്ള നന്മ. നമ്മുടെ ഭക്ഷണം കഴിച്ച ഒരാൾ സ്വർഗത്തിലാണെങ്കിൽ അത് നമുക്കൊരു പ്രതീക്ഷയാണ്. നമ്മുടെ ഒരു ഉരുളയെങ്കിലും വയറിന്റെ അകത്തളത്തിലെത്തിയ ഒരാൾ സ്വാലിഹാണെങ്കിൽ, മുത്തഖിയാണെങ്കിൽ, അത് നമുക്ക് ആഖിറത്തിലുള്ള ഒരു പ്രതീക്ഷയാണ്. അതാണ് നിന്റെ ഭക്ഷണം മുത്തഖീങ്ങൾ കഴിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാനുള്ള കാരണം. സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യന്മാർ വളരെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നരകക്കാരായ ആൾക്കാർ പതറി പ്രയാസപ്പെട്ട് വളരെ ടെൻഷനായി നിൽക്കുന്ന ഒരു ചിത്രമുണ്ട് ആഖിറത്തിൽ. ആ യാത്രക്കിടയിൽ സ്വർഗക്കാരനായ ഒരാളോട്
നരകത്തിലേക്ക് പോകേണ്ട ആള് ചോദിക്കും എത്രേ, നീ എന്നെ മറന്നോ? ആ നിങ്ങളല്ലേ, നിങ്ങൾ എനിക്ക് കുറെ കാലം വെള്ളവും ഭക്ഷണമൊക്കെ തന്നാളല്ലേ? അതെ. നിങ്ങളെന്താ പിന്നെ നരകക്കാരനായത്? അങ്ങനെ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയതിൻ്റെ കാരണം കൊണ്ട് നരകത്തിലേക്ക് എത്തേണ്ട ഈ മനുഷ്യൻ ടെൻഷൻ പറയും. ഒരുപാട് ഭക്ഷണം കഴിച്ച ആ മനുഷ്യൻ സ്വർഗക്കാരൻ മലക്കൾ മുഖേന പറയും, ഞാൻ സ്വർഗത്തിലേക്കില്ല. എന്തേ കാരണം? എനിക്ക് അന്നം തന്ന, എൻ്റെ തക്കാഫുൽ ഏറ്റെടുത്ത് എനിക്ക് ഭക്ഷണം തന്ന, എൻ്റെ ചെലവ് ഏറ്റെടുത്ത ആ മനുഷ്യൻ നരകക്കാരനാകുമ്പോൾ ഞാൻ എങ്ങനെ സ്വർഗത്തിലേക്ക് പോകാനാണ്? അപ്പോൾ അള്ളാഹു മലക്കളോട് പറയും, അയാൾക്ക് ഭക്ഷണം കൊടുത്തതിൻ്റെ വക മൂപ്പര് ശഫായത്ത് ചെയ്യുന്നല്ലേ, മുഅ്മിനീങ്ങളെ ശഫായത്തല്ലേ, അയാളെയും കൂടി സ്വർഗത്തിലേക്ക് എത്തിച്ചോളീ. ഓ മനുഷ്യരെ, ഓ മുഅ്മിനീങ്ങളെ, വലിയ പ്രതീക്ഷയുള്ള ഹദീസാണിത്, വലിയ പ്രതീക്ഷയുള്ള ഹദീസാണിത്. നമ്മുടെ ഭക്ഷണം ഒരു മനുഷ്യൻ കഴിച്ച് ആ മനുഷ്യൻ സ്വാലിഹാണ്, മുത്തഖിയാണ്, ആലിമാണ്, സ്വർഗക്കാരനാണെങ്കിൽ അത് മതി നമുക്ക്, അത് മതി. ആകയാൽ നമ്മൾ ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്വഭാവം നമുക്കുണ്ടാവും. അതെങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് പാവങ്ങളെ നന്നായി നമ്മൾ സ്നേഹിക്കണം. പാവങ്ങളെ മഹബത്ത് വെക്കുന്നത്, പാവങ്ങളെ ഇഷ്ടപ്പെടുന്നത് ഒരാളുടെ ഹൃദയം ശുദ്ധിയായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. കാരണം പാവങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള ഇഷ്ടപ്പെടൽ തന്നെ ആയിരിക്കും എന്ന് ഉറപ്പാ. കാരണം തിരിച്ചൊന്നും കിട്ടാനില്ലല്ലോ. മൂപ്പരടുത്ത് നിന്ന് എന്താ കിട്ടേണ്ടത്? മൂപ്പരടുത്ത് ഒരു നല്ല ഫോട്ടോ എടുക്കാൻ നല്ലൊരു ഫോൺ തന്നെ ഇല്ല. പച്ച സാധു അയാളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെള്ളം ഭക്ഷണം കൊടുക്കണമെങ്കിൽ അത് ഈമാനുള്ളവർക്കും കിബ്ർ ഇല്ലാത്തവർക്കും മാത്രമേ കഴിയൂ. കാരണം അയാൾക്ക് അധികാരമില്ല, അയാൾക്ക് സ്ഥാനമാനങ്ങളില്ല, അയാൾക്ക് രാഷ്ട്രീയ സ്വാധീനമില്ല, അയാൾക്ക് പണമില്ല, അയാൾക്ക് ഭൗതികമായി നമ്മെ സന്തോഷിപ്പിക്കാൻ ഒന്നുമില്ല. അതൊരു പച്ച സാധു പള്ളിയിൽ തോറസ്കാരത്തിന് കണ്ടന് ആ തുണിയും ഡ്രസ്സൊക്കെ കണ്ടാൽ തന്നെ ഒരു സാധു. കുടുക്ക് 2 പൊട്ടിയിട്ടുണ്ട്, 4 പല്ല് പൊട്ടിയിട്ടുണ്ട്. എങ്ങനെയാ തുണി കൊടുത്തത് നമുക്കെന്നെ തിരിയണില്ല. ആ മനുഷ്യനെ വിളിച്ചിട്ട് ഭക്ഷണം വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കണമെങ്കിൽ കിബറില്ലാതിരിക്കണം. വലിയ വലിയ നേതാക്കൾക്കും ഫേമസ് ആയ മനുഷ്യനും സെലിബ്രേറ്റഡ് ആയ ആൾക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കാനും സ്വീകരിക്കാനും ഒന്നിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ അത് നമുക്ക് എല്ലാവർക്കും കഴിയും. അതൊന്നും വലിയ കാര്യമല്ല. പാവങ്ങളെ മഹബത്ത് വെക്കാൻ കിബ്റില്ലാത്തവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതവർക്ക് മാത്രമേ കഴിയൂ. ഈസാ നബി അലൈഹിസ്സലാം പാവങ്ങളുടെ ഇടയിൽ പോയിട്ട് ഇരുന്നിട്ട് പറയും, മിസ്കീനുൻ മഅൽ മസാകീൻ, പാവങ്ങളുടെ ഇടയിൽ ഒരു പാവം എന്ന് പറയും. അലി റളിയല്ലാഹു അൻഹു പാവപ്പെട്ട ആര് വിളിച്ചാലും അങ്ങോട്ടേക്ക് പോകും. കാരണം ആ വീട്ടിൽ കാര്യമായിട്ട് തിന്നാനൊന്നും ഉണ്ടാവില്ല. എന്ത് ഷവർമ ഉണ്ടാകാനൊന്നും ഉണ്ടാവില്ലല്ലോ, ഒന്നും ഉണ്ടാവില്ല. എന്നാലും അവർ വിളിച്ചതിന് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോകും. എന്നിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഉള്ളത് കഴിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു ഈ പാവങ്ങളായ വീട്ടുകാരോട് പറയത്രേ, എൻ്റെ വീട്ടിൽ നാളെ ഒരു സദ്യ ഒരുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വരണമെന്ന്. അലി റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ എന്തുണ്ടാവാനാ? ഉള്ളത് വെച്ച് അവരെ സൽക്കരിക്കും. പാവങ്ങളെ മഹബത്ത് വെക്കുന്നത് വലിയ ഇബാദത്താ. വലിയ ഇബാദത്തല്ലെങ്കിൽ എങ്ങനെ? പാവങ്ങളെ ഇഷ്ടം വെക്കുന്നത് വലിയ ഇബാദത്തല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യമായിട്ട് അള്ളാഹിനോട് ചോദിക്കും. അത് റസൂലുള്ള കാര്യമായിട്ട് അള്ളാഹിനോട് ചോദിച്ച ഒരു കാര്യമാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത്, നന്മ ചെയ്യാനുള്ള തൗഫീഖ് എനിക്ക് തരണേ അല്ലാഹ്, വതർക്കൽ മുൻകറാത്ത്, തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്, വഹുബ്ബൽ മസാകീൻ, പാവങ്ങളോട് മഹബ്ബത്ത് എൻ്റെ ഹൃദയത്തിൽ നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ
ഏറ്റവും ടോപ്പ് അടിമ, ഏറ്റവും ടോപ്പായ മുത്തുനബി തങ്ങൾ അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. ആ കാര്യം എന്താ? വഹുബ്ബൽ മസാകീൻ, പാവങ്ങളോട് മഹബ്ബത്തിന്റെ ഖൽബിൽ നൽകണേ അല്ലാഹ്. പാവങ്ങളോടുള്ള മഹബ്ബത്ത് ഒരാൾക്ക് ഖൽബിലുണ്ടെങ്കിൽ അയാൾക്ക് ഈമാനുണ്ട്. അത് ഈമാനുണ്ട് എന്നുള്ളതിൻ്റെ അടയാളം കൂടിയാണ്. അത് നമ്മുടെ ആലോചനയിൽ ഉണ്ടാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങളൊക്കെ സ്വതക്ക ചെയ്യണം. അള്ളാഹു നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. പാവങ്ങളെ മഹബ്ബത്ത് വെക്കുന്നത് ഈമാനിന്റെ അടയാളമാണ്. അത് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ്. കാരണം അയാളിൽ നിന്നൊന്നും തിരികെ കിട്ടാനില്ല. മൻ അഹബ്ബലില്ല, അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ വേറൊരാളെ സ്നേഹിച്ചാൽ ആ സ്നേഹം എന്തിൻ്റെ സ്നേഹമാണ്? ഈമാൻ പൂർത്തിയായതിൻ്റെ സ്നേഹമാണ്. അഫ്ളലുൽ അഅ്മാൽ, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം, ഏറ്റവും മഹത്വമുള്ള ഇബാദത്ത് അതേതാ? അൽ ഹുബ്ബു ഫില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ഇഷ്ടം വെക്കല. ഇപ്പൊ പാവങ്ങൾ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചും അവരെ വീട്ടിലേക്ക് കിറ്റെത്തിച്ചും നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സ്വഭാവം അത് നമുക്കുണ്ടാവണം. ആ സ്വഭാവം നമുക്കുണ്ടോ? ആഖിറത്തിൽ കുടുങ്ങാനില്ല. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ? നമ്മൾ രക്ഷപ്പെടും. നിങ്ങൾ നോക്ക്, അലി സൈദുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു എല്ലാ രാത്രിയും പാവങ്ങൾക്ക് ഫുഡിന്റെ കിറ്റ് ചുമന്ന് കൊണ്ടുപോകത്രേ. ആരും അറിയാതെ, ഒരാളും അറിയാതെ പാവങ്ങൾക്ക് തൻ്റെ വീട്ടിൽ നിന്ന് കിറ്റാക്കിയിട്ട് കൊണ്ടുപോകും. കുറച്ച് ദിർഹം ആ കീസിൽ ഇങ്ങനെ തിരികും. ഫ്രം അഡ്രസ് അന്വേഷിക്കേണ്ടതില്ല, ഇതാരാ കൊണ്ടുവന്നൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് പറ്റിയത് തന്നെയാണ്, നിങ്ങൾക്ക് അനുവദിച്ച തന്നെയാണ് എന്ന് പറഞ്ഞിട്ട്. ഇത് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ആണ് എന്ന് എങ്ങനെയാ ചരിത്രത്തിന് കിട്ടിയത്? അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ഈ പാവങ്ങൾക്ക് എത്തുന്ന കിറ്റ് നിന്നുപോയി. മഹാനവറുകളെ കുളിപ്പിക്കുന്ന സമയത്ത് മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾ പറയുന്നുണ്ട്, ഇവിടെ 2 കറുത്ത പാടുകളുണ്ട്. കുറേ ബാണ്ടം ഇങ്ങനെ ചുമന്ന് നടന്ന കാലങ്ങളോളം പാവങ്ങൾക്ക് വേണ്ടി നട്ടപ്പാതിരാക്ക് ചുമന്ന് നടന്നതിൻ്റെ ഫലമായി ഇവിടെ അടയാളമുണ്ടത്രേ. അവരുടെ ചാരിറ്റി അത്രയും രഹസ്യമായിട്ടായിരുന്നു. ഉള്ള ചാനലുകാരെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ടില്ല എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. ആരും അറിയിക്കാതെ പാവങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തു. കുറേ സാധുക്കളായ മനുഷ്യരുടെ കരങ്ങളുണ്ടാവണം നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റിയ കുറേ സാധുക്കൾ. ഇത്ര പാവപ്പെട്ട മനുഷ്യരുണ്ട്. ഞാനിപ്പം വരുന്നത് കാസർഗോഡ് നിന്നാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി വണ്ടി കയറുമ്പോൾ ഒരു ചെറിയ മോന്, ആ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള ചെറിയൊരു മോന് അവരുടെ കാസർഗോഡൻ സ്ലാങ്ങിൽ ഭാഷയിൽ പറഞ്ഞ് പൊരായിട്ടു ദ്വാരക്കണേ. ഞാൻ ചോദിച്ചു, എന്താ മോനിക്ക് പോരാവാത്തെ? ഉപ്പാക്ക് കച്ചവട കുറവ് ഉസ്താദ്. ഞാൻ കരഞ്ഞുപോയി. എന്തപ്പോൾ ആ കുട്ടീനോട് ഞാൻ പറയേണ്ടത്? എന്തപ്പോൾ പറയേണ്ടത്? അപ്പോൾ ആ കുട്ടീൻ്റെ ഉമ്മയും വീട്ടുകാരൊക്കെ ആ ക്ലാസ്സിന് വന്നിരുന്നു. ആദർശ ക്ലാസ്സാണ്. ആ ക്ലാസ് കഴിഞ്ഞിട്ട് അവരങ്ങ് എത്തിയിട്ടുണ്ട്. ആ ഉമ്മ ഈ കുട്ടീനെ അയച്ചതാണ്. പൊരായിട്ടില്ല ഉസ്താദ്, ഉപ്പ കച്ചവടമല്ല കുറവ്, തറ ഇട്ടിട്ടേ ഇല്ലൂ. എന്തപ്പോൾ ആ മോനോട് പറയേണ്ടത്? എത്ര സാധുക്കളുണ്ട് നമ്മളെ ചുറ്റുവട്ടത്ത്. നമുക്കപ്പോഴും പുതിയൊരു ഫോൺ കൊണ്ടുവരാനും പുതിയ വണ്ടി ഇറക്കാനുള്ള വ്യഗ്രതയിലും താല്പര്യത്തിലുമാണെങ്കിൽ പാവങ്ങളെ കാണാനുള്ള കണ്ണ് നമുക്ക് വേണം. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നല്ല തിരക്ക് പിടിച്ച ഘട്ടത്തിൽ കാഴ്ചയില്ലാത്ത ഒരു പച്ച മനുഷ്യൻ വിളിച്ചു പറഞ്ഞ്,
നിങ്ങളൊക്കെ നല്ല തിരക്കായിരിക്കും, നിങ്ങളെ പേരെ കുറേ ആളുണ്ടാവും, എന്നൊന്നും മൈൻഡാക്കും. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു ചെയ്യുന്ന എല്ലാ പണിയും നിർത്തിവെച്ചിട്ട് അയാളിലേക്ക് അങ്ങോട്ടേക്ക് പോയി എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്തു കൊടുത്തിട്ട് തിരിച്ചു വന്നു. ആ ലോകം അറിയപ്പെട്ട മഹാപണ്ഡിതൻ. ഇതാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ട സ്വഭാവം. സുൽത്താനുൽ മുസ്താദ് പഠിപ്പിച്ച ശീലം നമുക്കതാണ്. അബുൽ മസാക്കീൻ എന്ന ഉസ്താദിന് വെറുതെ കിട്ടിയ പേരല്ല. അബുൽ ലൈത്താം എന്ന ഉസ്താദ് എവിടെന്നെങ്കിലും കോളേജിൽ നിന്ന് പഠിച്ച ബിരുദമല്ല. ഈ 19 കൊല്ലം ജീവിച്ച് കാണിച്ചു തന്ന ജീവിതമാണത്. ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ഒരു സ്ഥാനപ്പേരുണ്ട്. എന്തേ? അബുൽ മസാക്കീൻ, പാവങ്ങളുടെ ഉപ്പ. അത്രയും പാവങ്ങളെ കെയർ ചെയ്യുന്ന സ്വഹാബിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ഒരാളാണ് സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ. ആ മഹദിക്കുണ്ട് ഒരു പേര്, ഉമ്മമാരെ കേട്ടോളി, ഉമ്മുൽ മസാക്കീൻ, പാവങ്ങളുടെ ഉമ്മ. വീട്ടുവാതിൽക്കൽ വരുന്നവർക്ക് മാത്രം കൊടുത്താൽ പോരല്ലോ, വീട്ടുവാതിൽക്കൽ വരാതെ നാണമുള്ള മനുഷ്യന്മാരുണ്ടാവുമല്ലോ, അവർക്കും കിറ്റെത്തിച്ചു കൊടുക്കണ്ടേ എന്ന ഭാര്യയുടെ ചോദ്യത്തിൻ്റെ മുന്നിലാണ് അലി സൈനുൽ ആബിദീൻ തങ്ങൾ പുതിയ 8 ആളെ കണ്ടെത്തിയിട്ട് അവർക്ക് ചോദിക്കാൻ നാണക്കടയുണ്ട് വരാത്തതാണ്. അതുകൊണ്ട് അവരെ വീട്ടിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്നത് അറിയുമ്പോൾ അവർക്ക് വിഷമാവും. അതുകൊണ്ട് ഞാൻ നട്ടപ്പാതിരാക്ക് കൊണ്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞ് കാലങ്ങളോളം ആ വീട്ടിലേക്ക് കിറ്റെത്തിച്ച് കൊണ്ടു കൊടുത്തത്. നമുക്കൊക്കെ ഉണ്ടാവേണ്ട ഒരു ഗുണമാണ്. പാവങ്ങളെ മഹബത്ത് വെച്ചാൽ നമ്മൾ രക്ഷപ്പെടും. എന്തിനാണ് അള്ളാഹു കുറച്ചാൾക്ക് പണം കൊടുത്ത് കുറച്ചാൾക്ക് പണം കൊടുക്കാത്തത്? അള്ളാഹ്ക്ക് ഇപ്പോൾ പണത്തോട് വലിയ ഇഷ്ടമുണ്ടോ? ഇല്ല. അള്ളാഹിൻ്റെ ഇഷ്ടത്തിൻ്റെ അടയാളാണോ ഒരാളുടെ ബിസിനസ്സിൽ ബർക്കത്ത് കിട്ടാൻ? അല്ല 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 അല്ല. അങ്ങനെയെങ്കിൽ എങ്ങനെ ഫിറോൻ പണക്കാരനായത്, കാറൂൻ പണക്കാരനായത്, എങ്ങനെ അബൂജഹൽ കോടീശ്വരനായത്? അള്ളാഹിൻ്റെ ഇഷ്ടാനിഷ്ടത്തിൻ്റെ മാനദണ്ഡമൊന്നുമല്ല സമ്പത്ത്. ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടമുള്ളവർക്കൊക്കെ സമ്പത്ത് കൊടുക്കും. പാവപ്പെട്ട നബിമാരില്ലേ? ഉണ്ട്. തിന്നാനില്ലാത്തത് കൊണ്ട് വഫാത്തായ നബിമാരില്ലേ? ഉണ്ട്. പണക്കാരായ നബിമാരില്ലേ? ഉണ്ടല്ലോ. സുലൈമാൻ നബി അലൈഹി സ്വലാം ഇല്ലേ? കോടീശ്വരന്മാരായ സ്വഹാബത്തില്ലേ? ഉണ്ട്. ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ ജീവിച്ച സ്വഹാബത്തില്ലേ? ഉണ്ട്. അപ്പൊ പണം അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടത്തിന്റെ മാനദണ്ഡം അല്ലേ? അല്ല. പിന്നെന്തിനാ അള്ളാഹു ഇങ്ങനെ സംവിധാനിച്ചത്? പണക്കാരന് പാവപ്പെട്ടവനോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ എന്നറിയാനാണ്. ചിലരുടെ കയ്യിൽ പണം കൊടുത്ത് ചിലർക്ക് പണം കൊടുക്കാതെ അള്ളാഹു ഇങ്ങനെ നിരീക്ഷിക്കുന്നത്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. എങ്ങനെയുണ്ട് നിൻ്റെ പണം കയ്യിലെത്തുമ്പോൾ നിൻ്റെ മനസ്സും നിൻ്റെ ജീവിതവും എന്ന് നോക്കാനാണ്. അതിനാ അള്ളാഹു സംവിധാനിച്ചത്. സത്യത്തിൽ നമ്മുടെ ഒക്കെ കയ്യിലുള്ള പണം നമ്മുടെ പണമാണെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആരോ ഒരു കറാമത്ത് മൊഴിജിതത്ത് കൊണ്ട് നമ്മൾ വീണ്ടും എഴുന്നേൽപ്പിച്ചു. ഈ മരിച്ചതിന് ശേഷം അനന്തര സ്വത്ത് ഓഹരി വെച്ച പണം നമ്മുടെ മിൽക്കിലേക്ക്, അധികാരത്തിലേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ? ഇല്ല. അപ്പോൾ മനസ്സിലായി നമ്മളല്ല പോയിനെന്ന്. ഇത്രയുള്ളൂ സംഭവം, ഇത്രയേ ഉള്ളൂ. ഉപ്പ 25 കൊല്ലമായി കെട്ടിവെച്ചിരിക്കുന്ന വാച്ചാണ്. നമ്മളെല്ലാം ഉപ്പാൻ്റെത് ഊരിയെടുത്തു. ഇനി ഖബറിലേക്ക് പോകുമ്പോൾ വെറും 3 കഷ്ണം തുണികളല്ലേ ഉള്ളൂ. ആ വാച്ച് ഉപ്പാന്റെ കയ്യിൽ തന്നെ കിടക്കട്ടെ എന്ന് ഏതെങ്കിലും ഒരാൾ പറയോ? ഇല്ല. അവസാനമുള്ള വാച്ചും ഊരിയെടുക്കും. ഉമ്മാമാന്റെ ചെവിയിൽ മുഴുവൻ സ്വർണ്ണ. ചില നാട്ടിൽ അതിനെ അലിക്കത്ത് എന്നൊക്കെ പറയും. ഓൾറെഡി കാത് കുത്തിയതിന്റെ പുറമെ ഇവിടെയെല്ലാം സ്വർണം. അത് മുഴുവൻ ഊരി 98 വയസ്സുള്ള ആയിഷ ഹജ്ജുമ്മയുടെ ചെവി താണ് വന്നിട്ടുണ്ട്. ഒരു ചെറിയ തരി പൊന്നേ ഇനി ബാക്കിയുള്ളൂ. അത് ഊരിയെടുക്കാൻ കഴിയുന്നില്ല. വിദഗ്ധന്മാരായ ജ്വല്ലറിക്കാരെ കൊണ്ടുവന്നു. അവർ കണ്ടിട്ട് പറഞ്ഞു, ഇതെടുക്കുമ്പോൾ മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു പേരക്കുട്ടിയായ ആയിഷയോ ഫാത്തിമയോ അല്ലെങ്കിൽ ഫൗസിയോ പറയോ കിടക്കട്ടെ ഉമ്മാമാന്റെ ചെവിയിൽ? ഇല്ല. അവസാനത്തെ തരി വരെ പൊരിച്ചെടുത്ത് കൊണ്ടുപോയിട്ടല്ലാതെ ഖബറിലേക്ക് നീക്കൂല. പിന്നെ എന്തിനാ ചങ്ങായിമാരെ ഈ പിശുക്കൊക്കെ? ആർക്ക് വേണ്ടിയിട്ടാ ഈ പിശുക്ക് കാണിക്കണത്? അതാ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചത്,
അല്ല പകരം തരും എന്ന് പറഞ്ഞിട്ടും നീ പിശുക്ക് കാണിക്കുകയാണെങ്കിൽ നിന്നോട് എന്താ പറയേണ്ടത്? അല്ല പകരം തരും എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് എന്തിന് നീ പിശുക്ക് കാണിക്കുന്നു എന്നാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം. എന്തൊരു അർത്ഥവത്തായ ചോദ്യമാണത്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ പാവങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോ ഒരു കമ്പനിയുടെ മുന്നിലേക്കൂടെ ളുഹർ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നു, നിസ്കരിച്ചിട്ട് തിരിച്ചു വരുന്നു. രണ്ട് സമയത്ത് നമ്മൾ അത്ഭുതപ്പെടുത്തിയത് അവിടെ കാഷറിൽ ഇരിക്കുന്ന ആൾ ഇങ്ങനെ ക്യാഷ് എണ്ണുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ ആ ചങ്ങായി ക്യാഷ് എണ്ണാണ്, അതും 500 നോട്ട്. അസറിന് പോകുമ്പോൾ ഉണ്ട് മൂപ്പര് എണ്ണുന്നു, മഗ്രിബിന് പോകുമ്പോൾ ഉണ്ട് മൂപ്പര് എണ്ണുന്നു. നമ്മളാരെങ്കിലും വിചാരിക്കും ഇയാളെന്ത് കോടീശ്വരന മനുഷ്യന്, കാരണം എത്ര സമയം ഇയാളെയും എത്ര പൈസ ആരെങ്കിലും വിചാരിക്കും? ബുദ്ധി ഉണ്ടെങ്കിൽ ഇല്ല. കാരണം ഇത് കമ്പനിയിലേക്ക് വന്ന കാശ് മൂപ്പര് എണ്ണുന്നതാണ്, കൗണ്ട് ചെയ്യുന്നതാണ്. ഇവരുടേതല്ല ഒരു 500 രൂപയെ പോലും എന്ന സാമാന്യ ബുദ്ധിയിൽ നമുക്ക് തിരിയും, ഇല്ലേ? തിരിയും. അതേപോലെ നമ്മുടെ അക്കൗണ്ടിലും ഷെൽഫിലും വീട്ടിലും പേഴ്സിലും പോക്കറ്റിലുള്ള പണം അള്ളാഹു നമ്മളെ കയ്യിലവിടെ ഏൽപ്പിച്ചതാണ്, എണ്ണി എണ്ണി കൊടുക്കൂ. അതുകൊണ്ടാണ് അള്ളാഹ് സ്വതക്കനെ കുറിച്ച് പറയുന്ന എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുള്ളത് യുൻഫിഖൂന മിമ്മാ റസഖ്നാഹും, നമ്മൾ കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിക്കും. സമ്പത്ത് എൻ്റെതാണ്, അവൻ്റെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്തതാണ്, ജസ്റ്റ് അവന് കൊടുക്കട്ടെ. യുൻഫിഖൂൻ, അവർ ചെലവഴിക്കുന്നു. തൊട്ട് ശേഷം പറഞ്ഞ വാക്ക് നോക്കണം, മിമ്മാ റസഖ്നാഹും, നമ്മളാണ് ചങ്ങൻ്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കണത്. ഓ എന്താ പ്രയോഗം അത്! യുൻഫിഖൂന മിമ്മാ റസഖ്നാഹും, നമ്മൾ നൽകിയത്. എന്തിനാ നമ്മൾ നൽകിയത് എന്ന് പറഞ്ഞത്? നമ്മൾ നൽകിയതിൽ നിന്ന് യുൻഫിഖൂൻ, അവർ ചെലവഴിക്കും. പിന്നെന്തിനാ നമ്മൾ പിശുക്ക്? ഇന്നലെ കൊടുത്തതല്ലേ നാളെ കൊടുക്കണ്ടല്ലേ എന്ന് ചിന്തിക്കുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വതക്കനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു സ്വത്ത് കിട്ടി, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഫുള്ളായിട്ട് കൊടുക്കുക. കൊടുത്തു 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 തീരുന്നില്ല. ളുഹറായി തീരുന്നില്ല, അസറായി തീരുന്നില്ല. കണ്ടോ, അത്രയും വലിയ സ്വതക്ക ചെയ്യുന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ഖസീദത്തുൽ ബുർദയിൽ നബി തങ്ങളുടെ സ്വതക്കനെ കുറിച്ച് ഇമാം ബൂസീരി റഹിമഹുല്ലാ പറഞ്ഞത് കസ്സഹരി ഫീ തറഫി വൽ ബദരി ഫീ ഷറഫി വൽ ബഹരി ഫീ കറമി. സ്വതക്കന്റെ വിഷയത്തിൽ തങ്ങൾ കടൽ പോലെയാണ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? കടൽ എന്ന് പറഞ്ഞാൽ, കടലിൽ ഒരാൾ മീൻ പിടിക്കാൻ വേണ്ടി പോയി, മത്സ്യത്തിന് വേണ്ടി പോയി, അയാൾക്ക് കിട്ടും. നാളെയും പോയി, അയാൾക്ക് പിന്നെയും കിട്ടും. ഈ ഷഫീഖ് എന്ന് പറയുന്ന ആളെ എല്ലാ ദിവസവും പോകുന്നുണ്ട്, എല്ലാ ദിവസവും കടൽ മീൻ കൊടുക്കും. ഏതെങ്കിലും ദിവസം കടൽ പറയോ, നീ അല്ലട ഇന്നലെ വന്നത്, എനിക്ക് ഇന്നലെ കിട്ടിയ മതിയായിട്ട് ഇതെന്തട എല്ലാ ദിവസവും നീ വരുന്നത്? കടൽ ഏതെങ്കിലും ദിവസം പറയോ? ഇല്ല. 10 ആഴ്ച പോയി, 2 കൊല്ലം പോയി, ഏതെങ്കിലും ദിവസം കടല് ഇന്ന് മീൻ തരൂല, കാരണം എനിക്ക് തന്നിട്ട് തന്നെ മടുത്തല്ലോ, കടൽ പറയോ? ഇല്ല. ഷഫീഖ് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്ന് നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പിന്നെ കടലിൽ മുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ മുത്തെടുക്കാൻ പോയിട്ട് മുത്ത് കിട്ടി. പിറ്റേ ദിവസം മുത്തെടുക്കാൻ പോയ കടൽ പറയോ നീ ഇനി വരണ്ട? ഇല്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വതക്കനെ കുറിച്ച് ബൂസൂരി ഇമാം പറയാ കൽ ബഹരി ഫീ കറമി, അവിടുന്ന് കടൽ പോലെയാണ്. ആര് ചോദിച്ചു വന്നാലും കൊടുക്കും, ആര് ചോദിച്ചു വന്നാലും. ഒരാളോടും ഇല്ല എന്ന് പറയുന്ന പരിപാടി അവിടത്തേക്കില്ല, ഇല്ല എന്ന് പറയൂല. ആകെ അവിടുന്ന് ഇല്ല എന്ന് പറയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ മാത്രം ഇല്ല പരിപാടി അവിടത്തേക്ക് ഇല്ലേ ഇല്ല, ഇല്ല എന്ന് പറയൂല. എല്ലാവർക്കും ഇൻ വജദ ജാദ വ ഇല്ല വഅദ, ഇപ്പൊ ഉണ്ടെങ്കിൽ കൊടുക്കും. ഇപ്പൊ സമ്പത്തില്ലേ, സന്തോഷിപ്പിക്കുന്ന വാക്ക് പറയും, 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഫണ്ട് എത്താനുണ്ട്, മോനിക്ക് തരാം. അങ്ങനെയാ. വ ഇൻ ജാദ വജദ വ ഇൻ വജദ ജാദ, ഉണ്ടെങ്കിൽ ആ സ്പോട്ടിൽ കൊടുക്കും. വ ഇല്ല വഅദ, ഇല്ലേ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഫണ്ട് വരാനുണ്ട്, മോൻ പേടിക്കേണ്ട തരാം. ഒരാൾ വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല. അയാൾ ചോദിച്ചു. അപ്പോൾ തങ്ങൾ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യ്, ഇന്ന ആളെടുത്തുനിന്ന് പോയിട്ട് വാങ്ങിക്കോളി, ഞാൻ തരാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൊടുത്തോളാം. മോൻ്റെ വിഷമം ഇപ്പം ഇടുന്ന് തീരണം, മോനോട് പോയിക്കോളി. അന്നേരം ഉമർ റളിയല്ലാഹു അൻഹു ഇടപെട്ടിട്ട് പറഞ്ഞു, എന്തിനാണ് നബി കയ്യാത്ത പണിയൊക്കെ തങ്ങളെ ഏറ്റെടുക്കണം? ഈ റിസ്ക് ഏറ്റെടുക്കാനൊക്കെ അല്ലാഹു പറഞ്ഞു.
അതിന് തങ്ങൾ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ വേറൊരു അൻസ്വാരിയായ സ്വഹാബി എണീച്ചിട്ട് പറഞ്ഞു, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, തങ്ങളല്ല കൈവിടൂലല്ലോ നബിയെ, തങ്ങളെ ഏറ്റെടുത്ത് കൊടുത്തോളി. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു. എന്നിട്ട് ഉമർ റളിയല്ലാഹുവിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, വബിഹാദാ ഉമിർതു, ഇങ്ങനെ ജീവിക്കാനാണ് എന്നോട് എൻ്റെ അള്ളാഹ് പറഞ്ഞത്. ഇല്ലാന്നറ്റോ ആട്ടിപ്പായ്ക്കല്ല വേണ്ടി, കുറച്ച് ടൈറ്റാണ് ബിസിനസ്, കുറച്ച് ഡള്ളാണ്. അങ്ങനെയല്ല, അങ്ങനെ ആ പരിപാടിയൊന്നുമില്ല. വന്നവർക്ക് മുഴുവനും കൊടുക്കുക. കഫം പുടക്ക് കീശിയില്ലല്ലോ, ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. വലിയ ഫോൺ പോയിട്ട് ചെറിയ ഫോൺ വരെ കൊണ്ടുപോകാൻ കഴിയില്ല. എന്തിനാ ഈ കെട്ടിപ്പൂട്ടി വെക്കുന്നത്? ഉള്ളത് കൊടുത്താൽ അവിടെ ബാക്കിയുണ്ടാവും. ഇപ്പോൾ ഒരു ബക്കറ്റ് നമ്മുടെ ഇടയിലൂടെ പോയി, ഇനി ആ ചാൻസ് നമുക്ക് ജീവിതത്തിലില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചാൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത സ്വതക്ക ആ ബക്കറ്റിലിട്ടതായിരിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കണം, അങ്ങനെ നമ്മൾ ആലോചിക്കേണ്ടത്. പാവങ്ങളെ മുഴുവനും ചേർത്ത് നിർത്തണം. മുത്തഅല്ലിമീങ്ങളെ നല്ല ഹുബ്ബ് വെക്കണം. ബിദ്അത്തുകാർ പലപ്പോഴും ആലിമീങ്ങളെയും തങ്ങന്മാരെയും മുത്തഅല്ലിമീങ്ങളെയൊക്കെ പരിഹസിക്കും, അവരെ പലതും പറഞ്ഞ് കളിയാക്കും. അതിലൊന്നും നമ്മൾ പെട്ടുപോകരുത്. നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി നമ്മുടെ ഉസ്താദുമാർ കാണിച്ചു തന്നത്.